സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഒരു ചേച്ചിയുടെ വോയിസ് ആണ്. നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആണുങ്ങൾ ഒന്നും ഓർത്ത് വെക്കാത്ത ആൾക്കാരാണ്. പുരുഷന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചെയ്തു, അത് കഴിഞ്ഞ് അവരങ്ങോട്ട് പോയി. സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മെമ്മറിയിൽ ഇങ്ങനെ ഓർത്ത് വെക്കും. അവരെല്ലാ കാര്യങ്ങളും ആ സമയത്തേക്ക് ക്ഷമിക്കും. പക്ഷെ പെണ്ണുങ്ങളൊന്നും മറക്കില്ല. പെണ്ണുങ്ങൾ കള്ളികളാണ്, അതറിയില്ലേ? സമയത്ത് ഭയങ്കരമായിട്ട് ക്ഷമിച്ചു എന്നൊക്കെ നടിക്കും. പക്ഷെ ഇവരതൊന്നും മറക്കില്ല. അവരത് മുഴുവൻ എടുത്തു വെച്ച് ഈ ആണുങ്ങളുടെ മെക്കെട്ട് കയറി. പുരുഷന്മാരാണ് ആക്ച്വലി പാവങ്ങൾ. കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് പുരുഷന്മാരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കുശുമ്പ്, കുനിഷ്ട്, കുന്നായ്മ, അസൂയ. സ്ത്രീകളെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ അസൂയ, കുശുമ്പ്, കുനിഷ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ദൈവം സ്ത്രീയെ ഉണ്ടാക്കി. സീരിയസ്ലി. കാരണം സ്ത്രീകൾക്ക് ഭയങ്കര കുശുമ്പാണ്. അവർക്ക് അത് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യാന്നുള്ളത്, അവര് പുരുഷന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നിരസിച്ചിട്ടാണ് അവരത് റിയാക്ട് ചെയ്യുക. അതായത് പുരുഷന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം, ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അവര് നോ പറയാ സ്ത്രീ. അതായത് വൈരാഗ്യം ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിട്ട് നീ അന്ന് അങ്ങനെ ചെയ്തില്ലടാ, നിനക്ക് ഞാൻ ഈ സാധനം തരില്ല, അങ്ങനെയാണ് സ്ത്രീ പറയാ. അതിലും ബെറ്റർ പുരുഷനാണ്. അവന് ഇഷ്ടപ്പെടാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പനെ പറയും എനിക്കിത് ഇഷ്ടമില്ലടാ, നടക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന പുരുഷന്മാര് കമ്പാരിറ്റീവ്ലി സ്ത്രീകളെക്കാളും നല്ലത് കൂട്ടുകൂടാനും ഒക്കത്തിന് നല്ലത് പുരുഷന്മാരാണ്. 21 വയസ്സിൽ ഞാൻ ചിന്തിച്ചിരുന്നത് കാണാൻ കൊള്ളാവുന്ന കുതിരപ്പുറത്ത് വരുന്ന ഒരു രാജകുമാരൻ, അതായിരുന്നു എന്റെ ചിന്ത. ഇപ്പൊ 43-ാമത്തെ വയസ്സിൽ ഞാൻ ചോദിച്ചാൽ അതല്ല പറയാ. കാരണം ഇപ്പൊ എനിക്കറിയാം അതൊന്നുമല്ല വേണ്ടത്. സൗന്ദര്യത്തെക്കാൾ ഉപരി നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്ന, മനസ്സിലാക്കാന്ന് പോലും ഞാൻ പറയില്ല, അതായത് നമ്മൾ കേട്ടാ മതി, വൃത്തിക്ക് കേട്ടാ മതി. അപ്പൊ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ അതാ ഞാൻ വീണ്ടും പറയും, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരു അർത്ഥാണ്. മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലെങ്കിൽ ഒരു ബന്ധവും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. കാരണം അവർക്കും രണ്ടു കൂട്ടർക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അതല്ലാതെ വൺ സൈഡഡ് ആകുമ്പോഴാണ് എല്ലാ ഇഷ്യൂ. അതായത് എന്റെ ഭാഗം മാത്രം ക്ലിയർ, മറ്റേ ആളുടെ ഭാഗം ശരിയല്ല എന്നുള്ള ഒരു തോട്ട് മാറ്റിയിട്ട് മ്യൂച്വൽ റെസ്പെക്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബന്ധവും അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായ ഭാഗ്യം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും? സ്നേഹമാണ് അഖിലസാരം മൂഴിയിൽ. സ്നേഹം ഒരു തേങ്ങയില്ല എന്ന് മനസ്സിലാവാനായിട്ട് കുറെ വർഷം വേണ്ടി വന്നു. ക്യാഷ് തന്നെയാണ് മോളെ വലുത്. പണമില്ലാത്തവന് പിണം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തന്നെ വരും. കാശില്ലാത്ത ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ പാർട്ട്ണർ നല്ല പൈസ ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും, നമുക്ക് എപ്പോഴും ചില സാഹചര്യങ്ങളിലെങ്കിലും നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ, അതാണ് ഞാൻ എപ്പോഴും പറയാം, അത് പെൺകുട്ടികളായാലും ആൺപിള്ളേരായാലും, വിവാഹം കഴിക്കുന്നതിനേക്കാളും മുമ്പ് സ്വന്തമായിട്ട് കാലുമ്മ നിൽക്കാൻ പറ്റിയ, അവനവനെ ഏൺ ചെയ്യാൻ പറ്റിയ, അതല്ലെങ്കിൽ ഒരു സാരി വാങ്ങാൻ, ഒരു മാല വാങ്ങാനോ, ഒരു സിനിമയ്ക്ക് പോകാനൊക്കെ ഭർത്താവിനോട് കാശ് ചോക്കേണ്ടി വരുന്ന അവസ്ഥ. തിരിച്ചും ഇപ്പൊ പുതിയ എന്താ പറയാ ന്യൂജൻ പെണ്ണുങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികളുടെ ചില വീഡിയോസ് കാണാറുണ്ട്. ഞാൻ നോക്കിക്കോളാം അവനെ, എന്താ നോക്കാനായിട്ട് ഒക്കത്ത് വെച്ച് നോക്കാൻ, എന്താ അവന്റെ കുഞ്ഞു ഭാവയാ. തിരിച്ചു നോക്കണ്ട, മറിച്ചു നോക്കണ്ട. ഞാൻ പറയണ അവനവന്റെ ഏർണിങ്സ് ഉണ്ടാക്കുക. എന്നിട്ട് മ്യൂച്വലി റെസ്പെക്ട്ഫുള്ളി ജീവിക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അതിന്. പക്ഷെ വീണ്ടും പറയുന്നു, സ്നേഹമല്ല പൈസ തന്നെയാണ് വലുത്. ചില പാർട്ട്ണറുടെ കൂടെ നമുക്ക് ചേരുമ്പോൾ നമുക്കത് ഓക്കെ ആവണില്ല. ചിലപ്പോൾ മാനസികമായിട്ട് ഓക്കെ ആവുണ്ടാവില്ല, ചിലപ്പോൾ ശാരീരികമായിട്ട് ഓക്കെ ആവുണ്ടാവില്ല, ചിലപ്പോൾ സൊസൈറ്റിയിൽ ഓക്കെ ആവുന്നുണ്ടാവില്ല, ചിലപ്പോൾ രണ്ട് കൂട്ടരുടെ ഫാമിലി. ഇപ്പൊ നമ്മള് രണ്ട് വ്യക്തികളല്ലല്ലോ കല്യാണം കഴിക്കുന്നത്, രണ്ട് കുടുംബങ്ങളാണല്ലോ കല്യാണം കഴിക്കുന്നത്. ഓരോ മാട്രിമോണിയുടെ പരസ്യം തൊട്ട് അങ്ങനെയാണ്, രണ്ട് വ്യക്തികളല്ലോ രണ്ട് കുടുംബങ്ങളല്ലേ. അത് തന്നെ തെറ്റാണ്. എന്തിനാണ് രണ്ട് കുടുംബങ്ങൾ കല്യാണം കഴിക്കുന്നത്? രണ്ട് കുടുംബങ്ങൾ കല്യാണം കഴിക്കുമ്പോഴാണ് പ്രശ്നം വളരെ രൂക്ഷമായി പോകുന്നത്. പലപ്പോഴും ഈ രണ്ട് വ്യക്തികൾക്കും ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കണം എന്നുണ്ടാവും. 4 ദിവസം കഴിയുമ്പോൾ അവിടെ വാശിപ്പുറത്ത് ഭാര്യ ഇറങ്ങി ഭാര്യയുടെ വീട്ടിൽ പോയി. 4 ദിവസം കഴിയുമ്പോൾ പെണ്ണിന് തോന്നാണ്, ചേട്ടൻ വലിയ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് പോയി മിണ്ടിയാലോ. ചേട്ടനും തോന്നും അവളെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ അമ്മ പറയും, നാണണ്ടാ നിനക്ക്, നീ ഒരാണല്ലടാ, നീ ഇങ്ങനെ പെൺകോന്തനായില്ലോ എന്ന് ചെക്കൻ്റെ അമ്മ പറയും. ഇനി പെണ്ണ് പോയിട്ട് പെണ്ണിന്റെ അമ്മോട് ഞാനൊന്ന് ഈ വഴിക്ക് ഇറങ്ങിപ്പോയാ പിന്നെ നീ തിരിച്ചു കയറരുത് എന്നൊക്കെ പറയുമ്പോ പിന്നെ നമ്മുടെ ഉള്ളിലെ ഈഗോ തണുത്താലും കുടുംബക്കാരാണ് പ്രശ്നങ്ങൾ എപ്പോഴും വഷളാക്കുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥകളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ പെട്ടെന്നൊന്നും പ്രാബല്യത്തിൽ വരൂല. കല്യാണം കഴിച്ചിട്ട് വേറെ പോയി താമസിക്കുക. ചില വീടുകളിലൊക്കെ പെണ്ണുങ്ങൾ അവരിങ്ങനെ എന്താ പറയാ പൊട്ടക്കിണറ്റിൽ ജീവിക്കുന്ന തവളകളെ പോലെയാണ് പല സ്ത്രീകളും ജീവിക്കുന്നത്. അപ്പൊ അവര് വിചാരിക്കുകയാണ് ചേട്ടൻ ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ തല്ലും, ചില വേണ്ടി ഒന്ന് കൊല്ലും. അതായത് ആ കുറെ ബുദ്ധിയില്ലായ്മകൾ തലയിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് കുറെ വർഷങ്ങളായിട്ട്. രണ്ട് വ്യക്തികൾ ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ഒരു വീടിന്റെ അകത്ത് താമസിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ദേഷ്യത്തിന് ഇവരെ പരസ്പരം ഉപദ്രവിക്കാനോ വല്ല അപകടത്തിലൊക്കെ എത്തിച്ചേരാനോ ഉള്ള നമ്മൾ പല വാർത്തകളിലും പലരെ കുറിച്ചും കേൾക്കാറുണ്ട്. നമ്മൾ ആ പെൺകുട്ടിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങി പോരാമായിരുന്നില്ല. അത് എപ്പോഴാന്ന് അറിയോ മലയാളി പറയാ? ആ പെണ്ണ് മരിച്ചു കഴിഞ്ഞിട്ട് ആദരാഞ്ജലികളുടെ ഒപ്പമാണ് #, വ്യക്തിയുടെ പേര് പറയണില്ല, #, ആ വ്യക്തിയുടെ പേര് ഇരയ്ക്കൊപ്പം. അതുവരെ അവർ പ്രതിക്കൊപ്പമായിരുന്നു. ഇരയും പ്രതിയും മാറി കളി. മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് വാക്ക് മാറ്റുന്ന ആളുകളാണ് മലയാളികൾ. അതുവരെ പറയും, അവിടുന്ന് ആ പെണ്ണിറങ്ങി വന്ന് പറയും തന്റേടി താൻ തോന്നി. മരിച്ചു കഴിഞ്ഞാൽ പറയും അയ്യോ മോൾക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചേനെന്ന് വരെ പറയുന്ന അത്രയും സദാചാര ഓടികളെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം.